അനുകുട്ടിന് ഉറങ്ങിയോടി? അവളെപ്പോഴേ ഉറങ്ങി. ഇന്നും ഗിരിജ ചേച്ചി 2 വട്ടം വിളിച്ചിരുന്നു. നാളെ അവിടെ ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരമുണ്ടായിട്ട് വേണ്ടേ പെങ്ങളെ കാണാൻ പോവാൻ? പോകണ്ട. സുനന്ദേച്ചി, ഇതന്നെ രാവിലെ തന്നെ പത്രം വായനയാണോ? എന്താടാ പതിവില്ലാതെ രാവിലെ? ഞാൻ ഗിരി വന്ന്. ഗിരി ഇന്നലെ നിന്നെ വിളിച്ചായിരുന്നാ? ആ, ഞങ്ങൾ കണ്ടായിരുന്നു. എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ചു. എത്ര മണിക്ക്? ഇന്നലെ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോ. ആഹാ, നീയായിരുന്നാ? എന്തിനാ? എണീറ്റ് മാറാല്ലേ പറഞ്ഞത്? എന്തൊരു തൊല്ലണിയല്ലേ മാത്രം. നീ എത്ര മണിക്കാണ് ഇന്നലെ വന്നത്? രാത്രി 12 മണിക്ക്. പിന്നെ രാത്രി 7 മണിക്ക് ഷാപ്പിൽ പോയി ചത്തുപോയത് നിന്റെ അച്ഛനാണോടാ? ആരാ മേടത്തി കള്ളൊക്കെ പറഞ്ഞു? ഇങ്ങോട്ട് കയറി വന്നേ. നീ എന്തിനാ ഇപ്പൊ കൊണ്ടുവന്ന്? നീ എന്തൊക്കെ പറഞ്ഞു വരുത്തുന്നത്? നീ മറന്നു. ഞാൻ ഇന്ന് രാവിലെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. എന്തിന്? എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ടെന്ന്. എത്ര കാശ്? ഒരു 10,000. തരാൻ പറ്റില്ല. എന്താ? തരാൻ പറ്റില്ല. തരത്തില്ലേ? ഇല്ല. അപ്പൊ തരത്തില്ല. പോടാ. നീ തീർന്നടാ, തീർന്നു. നിനക്ക് ഇവിടെ ഉണ്ടായിരുന്ന ചീത്തപ്പേര് കൂട്ടാൻ വേണ്ടിയാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ? അല്ല, കൊടുക്കണ്ടെങ്കിൽ അവനാ കാശെടുത്ത് കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്നെ പറ്റി എത്രയൊക്കെ നാറ്റിക്കാൻ പറ്റും അത്രയൊക്കെ അവൻ നാറ്റിക്കും. അതോടെ നിന്റെ ഈ ഗൾഫുകാരൻ ഇമേജ് എല്ലാം പോയി കിട്ടും. വെറുതെ ഞാൻ നല്ല റിച്ച് ആയിട്ട് വന്നേക്കുന്നത് നീ കാണുന്നവരടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കല്യാണമൊക്കെ നോക്കുന്നുണ്ടല്ലേ? ഇനി നടക്കും. ഞാൻ പോട്ടെ. ഗോപിയെ, ആ 4 ഗ്രാമിന്റെ കമ്മലല്ലേ? ഒരു മോതിരോ ഞാൻ തരും. അതൊക്കെ എപ്പോഴേ വിറ്റു. 6 സെന്റ് സ്ഥലം കഴിഞ്ഞ കൊല്ലം സെന്റിന് 1.5 കൊടുത്തത്. ഹരികൃഷ്ണന് വർക്ക്ഷോപ്പ് തുടങ്ങാൻ. അതുകൊണ്ട് സ്ഥലവും പോയി 5 പൈസയുടെ ഗുണം കുടുംബത്തിന് ഉണ്ടായിട്ടുമില്ല. അവന് കുറച്ച് കൂട്ടുകാരുണ്ട്, ഒരുത്തനും ശരിയല്ല. ഐറ്റിങ്ങൾ എപ്പോഴാ വർക്ക്ഷോപ്പിൽ തന്നെയാണ്. എനിക്കറിയാം. അതിന്റെയൊക്കെ ഫല ഞാനിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഹലോ, നമ്മുടെ ഈ സ്ഥലം കച്ചവടമായി. ഉച്ച കഴിഞ്ഞ് രജിസ്ട്രേഷനാ. കാശൊക്കെ മേടിച്ച് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെച്ചോ. അനുമോളുടെ കല്യാണം നടക്കില്ല. കല്യാണം നടക്കൂലേ? അതെന്താ അളിയാ? അളിയൻ തന്നെ കാര്യം. അളിയൻ ഏത് സമയം ഷാപ്പിൽ തന്നെ താമസമെന്നാ അവരന്വേഷിച്ച പറഞ്ഞത്. അളിയന്റെ ഈ മുടിഞ്ഞ കുടി കാരണം അനുവിന്റെ എത്രാമത്തെ ആലോചന മുടങ്ങി പോകുന്നത്. അതിനവർ എന്നെയല്ലല്ലോ കെട്ടുന്നത്. ആ, വയ്ക്കുക. എടാ, ഒന്ന് ചിരിച്ചു പോസ് ചെയ്യോ? ആശ ചേച്ചി, സോറി, ഒരു സെക്കൻഡ്. ലുക്ക് ഇവിടെ 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 ലെൻസില്. ഓക്കെ. പാടി. ആളെ മനസ്സിലായോ നിനക്ക്? നമ്മുടെ വിമല ടീച്ചർ മോളാ അനു. എനിക്കറിയാം, അനുപമ. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്ന് വലിയ നേതാവൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഗൾഫിൽ പോയി ഇതേ നല്ല ലാൻഡ് ചെയ്തോളൂ. ഇതിപ്പോ കല്യാണാലോചനയുടെ ഫോട്ടോ എടുപ്പാ. അല്ല, ലീവ് അധികമല്ല. അപ്പൊ നേരത്തെ തന്നെ ആലോചനകളൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചു. ഇവളുടെ വീട്ടിലും ബ്രോക്കർമാരെ തിരക്കാം. ഇന്നലെയും കൂടെ രസമായി കാണാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് ചീറ്റി പോയി. എന്നാ നീ വിട്ടോ, ഫോട്ടോ ഞാൻ അടിച്ചു വെച്ചേക്കാം. ശരി. വിമല ടീച്ചറിനോട് ചോദിച്ചാൽ മതി. എന്നാ അറിയും? ഗിരീഷ് പി എന്ന് പറഞ്ഞാൽ അറിയാം. ഞാൻ പറയാം. എടാ, ആ വിമല ടീച്ചറുടെ മോൾ എങ്ങനെയുണ്ട്? ആരാനുവോ? അവള് നല്ല ഒച്ചല്ലേ? അല്ല, വെറുതെ ചോദിച്ചാ.
പതിനെട്ട് കുറിപ്പേട്ട ഇവിടെ സേഫാണോ? തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പൊ വരടാ. എങ്ങോട്ടാ? വരാം. ഗിരീഷേ, ഗുഡ് മോർണിംഗ് കുറുപ്പേട്ടൻ. ആ നീ ഒന്ന് തിരിച്ചോണേ. ഡേറ്റ് തീരുമാനിച്ചോളാം. കുറുപ്പേട്ട, നമ്മൾ ഇന്നലെ ഷാപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ്. അത് ഷാപ്പ്, ഇത് ഷോപ്പ്. ഓ, ആ അപ്പം ശരി. ആ ശരി. അപ്പൊ ഇന്നലെ രാത്രി തലക്കുള്ളിലാണ്ട് അവനോട് ഡാൻസ് കളിച്ചോണ്ടിരിക്കണ്ടായില്ല. എനിക്ക് ആദ്യം അവനെ പിടികിട്ടിയില്ല, പിന്നീടാ മനസ്സിലായത്. ഒരു ദിവസം ഞാൻ കത്ത് കൊടുത്ത് പള്ളിക്കവല കറങ്ങി വന്നപ്പോൾ അവിടെ ഭയങ്കര അടി. ഇവനായിരുന്നു മുമ്പിൽ. എന്തായിരുന്നു പ്രകടനം? അന്നവനൊക്കെ കൂടെ 5 ആശുപത്രിയിലാക്കി. എനിക്കറിയാവുന്ന കേസാ. ആ പോലീസ് കേസിന് രക്ഷപ്പെടാനാ ഇവൻ ഗൾഫിൽ പോയത്. നമുക്ക് ആ കമ്പനി വേണ്ട. നീ പോയി ഒരു ബോട്ടിൽ മേടിച്ചോണ്ടോ. ഇത് കട്ട ബോർണടയാള്. ആര്? ആ കുറുപ്പ് ഒതുക്കത്തിൽ എൻ്റെ കിട്ടും. അമ്മയ്ക്ക് ഈ കുത്തിമറിച്ചിൽ നിർത്താറായില്ലേ? ചേട്ടൻ ആ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തൂടെ? എന്നാലേ എനിക്കും കിട്ടത്തുള്ളൂ. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് ഷാപ്പിൽ കിട്ടും. അത് ഈ അമ്മയുടെ ഒക്കെ ഒരു കാര്യം. അതൊക്കെ ഈ പ്രായത്തിന്റെ കുസൃതിയല്ലേ? വീടല്ലേ, ചേട്ടന്റെ കല്യാണം നടത്താനുള്ളതാ. കല്യാണോ? ആ ആ, ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടിക്കില്ല. അമ്മ എന്ത്? അമ്മ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കില്ല എന്ന് പറയട്ടാ. അതാടാ സുനന്ദ. എടി ആശേ, നീ എനിക്ക് ആ വിമല ടീച്ചറുടെ നമ്പർ ഒന്ന് അയച്ചു തരും. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മ പാവോടാ. എന്നിട്ടാണ് 4 വർഷം ഗൾഫിൽ ജോലി എടുത്തിട്ട് 40,000 രൂപ വീട്ടിലയക്കാഞ്ഞത്. എനിക്ക് അവിടെ കള്ളടിക്കാൻ കാശ് കഴിഞ്ഞല്ല ബാക്കി കാശ് വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. അപ്പൊ അവിടെ ഇത് തന്നെയായിരുന്നു പരിപാടി. എടാ, അവിടെ കള്ളടി മുതൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന കണ്ടപ്പോഴല്ലേ ഒരു കല്യാണം കഴിച്ചാൽ ശരിയാവുന്ന ഒരാൾ പറഞ്ഞു. അതാരാ? ഒരു കാട്ടറബി. കാട്ടറിയാ? എന്നിട്ട് എടാ, അതാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഇത്തവണ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മയുടെ തീരുമാനം കറക്റ്റാ. അത് കറക്റ്റാണ്. നീ ഉണ്ടായതുകൊണ്ട് പ്രസവം നിർത്തിയില്ലേ? ആ, വിമല ടീച്ചറുടെ നമ്പർ. ഹലോ. ഹലോ, വിമല ടീച്ചറുടെ നമ്പർ അല്ലേ? അതെ, ഞാൻ മോളാണ്. ആ, അനുപമ. ഞാൻ ഗിരീഷ് പി. ഇന്ന് രാവിലെ കണ്ടായിരുന്നു നമ്മള്. ആ മനസ്സിലായി. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, ദേ ഫോൺ. ആരാ? അമ്മയുടെ ഒരു സ്റ്റുഡന്റാ, ഗിരീഷ് പി. ഹലോ, ടീച്ചറെ, പി പിയാ. എങ്ങനെയുണ്ട് മോനെ? സുഖാണോ? ഓ അതെ ടീച്ചറെ, ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടായിരുന്നു. അനുവിനെ കണ്ടിരുന്നോ? അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നമ്മുടെ ആശയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അവിടെ വെച്ച് അനുവിന്റെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു ടീച്ചറെ. അതിന്റെ ഒരു വിഷമം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഏയ്, ഇനിയും നല്ല ആലോചനകൾ വരും, അത്രേ ഉള്ളൂ. ഞാനൊരു ആലോചനയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ടീച്ചറെ. ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ ടീച്ചറെ. എനിക്ക് അനുപമനെ കല്യാണം കഴിച്ചു തരാമോ? രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടതും കല്യാണം മുടങ്ങിയതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറൊന്നും പറഞ്ഞില്ല. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? പറയാം. ഇതും പറഞ്ഞ് മേലാൽ താൻ എന്റെ ഫോണിൽ വിളിച്ചു നോക്കരുത്. താൻ എപ്പോഴാണ് എന്റെ മുഖത്ത് സങ്കടം കണ്ടത്? എടോ, താൻ എന്താ വിചാരിച്ചത്? എന്റെ കല്യാണം കഴിയാതെ ഞാൻ ഇവിടെ കരഞ്ഞു പോയിരിക്കുകയാന്നോ? എടോ, നാണുണ്ടോടോ തനിക്കൊക്കെ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. എന്നെ മാന്യത പഠിപ്പിക്കാൻ താനാരാടോ? നീ ആരടി പുല്ലേ? നിന്നെ കെട്ടുന്നോണ്ട് കാര്യം പോക്കാടി. ദേ, എന്നെ എടി പൊടിയെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. എടി പൊടി എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടി? വെച്ചിട്ട് പോടാ. മോളെ, ഏതായി അലവലാതി? ഗിരീഷ് പി. കിട്ടിയല്ല? എനിക്ക് കിട്ടി. നിനക്കൊരെണ്ണം തരട്ടെ? വേണ്ട. ചില കാര്യങ്ങളുടെ തുടക്കമാണ് ജോയിയുടെ ഈ വരവ്. ഈ കത്തുകൾ എന്നെ കുറച്ച് ദിവസത്തേക്ക് കൂടി എല്ലാവരിലും ജീവിപ്പിക്കും.
കത്തുകളിൽ ഒരെണ്ണം പോലും പുറത്തു പോകാതെ യഥാസമയങ്ങളിൽ ആർക്കൊക്കെ എവിടെയൊക്കെ എത്തിക്കണമെന്ന് ജോയിക്കുള്ള കത്തിൽ ഞാൻ എഴുതിയിരുന്നു. ദാ, ചായ. ആ എന്താ ജോയി രാവിലെ? ഒരു കത്തുണ്ടെന്നേ. അനുമോൾക്കായിരിക്കും. അല്ല സാറിനാ. എനിക്കോ? അടക്കം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ സുധൻ അളിയന് കൊടുക്കാൻ. ആ എനിക്ക് തന്നെ. മരിക്കുന്നതിന്റെ അന്ന് കുറിപ്പേട്ട വീട്ടിലേപ്പിച്ചിട്ട് പോയ കത്തുകളാന്നേ. ഞാൻ ഉണ്ടായില്ല. അളിയ, അളിയന്റെ മനസ്സിൽ ഇപ്പോൾ 3 ലക്ഷം ലാഭത്തിന്റെ സന്തോഷമാണ് അല്ലേ? പക്ഷെ കടം അത് വീട്ടിയാലേ തീരും. എൻ്റെ കാശിന് പകരമായിട്ട് അളിയന്റെ സെക്യൂരിറ്റിക്കാരെ 16 ദിവസത്തേക്ക് വീട്ടിൽ പോസ്റ്റ് ചെയ്യണം. ഗിരീഷ് കള്ളു കുടിക്കാൻ പുറത്ത് ചാടാൻ സാധ്യതയുണ്ട്. 16 ദിവസത്തേക്ക് അളിയന് ചെലവാകുന്ന കാശ് കഴിഞ്ഞ് ബാക്കി അനുവിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ആത്മാവിന്റെ ശാപം ഉറപ്പാണ്. എൻ്റെ ടീമിനെ ഞാൻ ഇറക്കും. പക്ഷേ കാശി അമ്മുക്കോളിയാൻ. അങ്ങനെ ആത്മാവിന് വലിയ സന്തോഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ അച്ഛൻ്റെ ഓരോരോ കാര്യങ്ങളെ മരിക്കുന്നതിന് അന്ന് രാവിലെ 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുന്നു. ഞാൻ അറിഞ്ഞില്ല. പക്ഷെ കാശ് എന്തിനാന്ന് ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 16 അടിയന്തരം വരെ എൻ്റെ സെക്യൂരിറ്റി ടീം ഇവിടെ തന്നെ ഉണ്ടാവും. ടീമോ? എന്തിന്? ആ ഗിരീഷ് പുറത്തു പോകാതിരിക്കാൻ അളിയൻ്റെ വക ലോക്ക്. അതൊക്കെ ഇത്തിരി ഓവറല്ലേ? നിന്റെ അച്ഛൻ മരിച്ച പിന്നെ ഭയങ്കര ഓവറാ. ഡെയിലി കത്ത്, ഇപ്പതായി കാശ്. എനിക്കിത് ചെയ്തേ പറ്റൂ. ആത്മാവിന്റെ ആഗ്രഹമാണ്. അല്ല ഇപ്പം കാശ് നമുക്കിപ്പോ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ ടീം ഇന്ന് തന്നെ ഇറങ്ങും. സെക്യൂരിറ്റിയോ? ഗിരീഷേട്ടൻ ചോദിച്ചാൽ എന്തു പറയുമെന്ന് ആലോചിച്ചിട്ടാ. നീ അതൊന്നും ആലോചിക്കണ്ട. എല്ലാം അവൻ കാരണമല്ലേ. അവന്റെ സ്വഭാവം അച്ഛനെ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എണീറ്റില്ലേ? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. വെളുപ്പിനെ ഉറങ്ങിയത്. ഉറങ്ങട്ടെ. നിങ്ങൾ ശരിക്കും പോലീസാണോ കള്ളനാണോ? നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് കള്ളനായിട്ടാ തോന്നുന്നേ. കുറുപ്പേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ച ആ കാശേ ആരും അറിഞ്ഞില്ലാന്ന് കരുതി തിരിച്ചു കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. കൊടുക്കണം. നീ ആരാ? ഹരിചന്ദ്രന്റെ പെങ്ങളോ? അതിന് അജയന്റെ പെങ്ങളായാലും മതി. ആ നാറിയുടെ പേര് മാത്രം എന്നോട് പറയരുത്. കുടുംബസ്നേഹമില്ലാത്ത നിന്നെ പോലെ എടുത്ത കെട്ടിയതാ ഞാൻ ചെയ്ത തെറ്റ്. മേടിച്ചാ തിരിച്ചു കൊടുക്കാത്ത ആളെ കെട്ടിയതാ എന്റെ തെറ്റ്. ആവേശം മൂത്ത് വിളങ്ങാനും ചെന്ന് ഇനി അനുവിനോട് പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. മിഷൻ 16. ഇനിയുള്ള 16 ദിവസങ്ങൾ ഈ വീടും പരിസരവും നിങ്ങളുടെ സെക്യൂരിറ്റിയിലായിരിക്കും. എന്താണ് പ്രശ്നം സാർ? ആക്രമണ സാധ്യത വല്ലതും? ആക്രമണ സാധ്യത ഉണ്ട്. പുറത്തു നിന്നല്ല, അകത്തൊരുത്തനുണ്ട്. അവൻ ഏത് സമയത്തും ആക്രമിച്ചേക്കാം. 1 ആൽക്കഹോളിക് പേഷ്യന്റ്. ആരാണ് അയാൾ? ചെക്കൻ എന്റെ ഒരു മരുമോനാണ്. ഉള്ള കാര്യം പറയാം. നല്ല പൂര അടിയായിരുന്നു. ഇനി അടിച്ച കാഞ്ഞു തീയിൽ വെക്കാൻ പരുവത്തിലായിരിക്കുക. അവനെങ്ങാനും പുറത്തു ചാടാൻ ശ്രമിച്ചാൽ അവനെ തൂക്കിയെടുത്ത് അകത്തിടണം. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കേ സാർ. ഇതെന്താണ് പട്ടാളക്കാരൊക്കെ? മിലിറ്ററി സാധനം എന്തെങ്കിലും കിട്ടോ? അത് സെക്യൂരിറ്റി ആടോ. സെക്യൂരിറ്റിയാ? ഇതെന്റെ സഹോദരിയുടെ വീടായതുകൊണ്ട് സദാചാരത്തെക്കുറിച്ച് 2 വാക്ക്. അടുത്ത് മാന്യമായി താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടെയുള്ള സ്ത്രീകളുടെ വിശേഷം അന്വേഷിച്ചു പോകരുത്. പിന്നെ ഇവിടെ വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ ചോദിക്കാനും പാടില്ല. ഇല്ല സാർ, അതൊക്കെ നിർത്തി. വിശ്വസിച്ചു? Then start your duty with dedication and discipline. മോളെ, ഇവരുടെ താമസവും ഭക്ഷണവും ഒക്കെ ഒന്ന് ശരിയായി കൊടുക്കണം. മാമൻ ഓഫീസ് വരെ ഒന്ന് പോകണം. ഇച്ചിരി ജോലിയുണ്ട്. അല്ല മാമ, ഇവർക്ക് ഈ യൂണിഫോമിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? വേണ്ടേ? അങ്ങനെയാണെങ്കിൽ കൊള്ളാം. വാഷിംഗ് മാറ്റ ലാഭം. ആ എന്താ ഇവരൊക്കെ എന്താ ഇവിടെ? ഏയ്, ഇത് നിന്നെ ഉദ്ദേശമൊന്നുമല്ല. ചുമ്മാ ഒരു അലങ്കാരത്തിന്. രാവിലെ ജോയ് വന്നിരുന്നു, വീണ്ടും ഒരു കത്തുമായിട്ട്. പിന്നെ കത്തോ? ആ, മരിച്ച വീടാണ്. 2 ആഴ്ച നാട്ടുകാരും ബന്ധുക്കളൊക്കെ വരും പോലും. അതുകൊണ്ട് ഒരു 5 വരെ സെക്യൂരിറ്റി കിട്ടാക്കാൻ പറഞ്ഞ ആത്മാവിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിന് ഇവന്മാരേതാ? ഇനി ഇവന്മാരും വല്ല പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അത് നീ പറഞ്ഞ് ശരിയാണ്. നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഇവന്മാരിൽ വേണം. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഏത് ഓഫീസ്? നിനക്കില്ലാത്ത പലതും എനിക്കുണ്ടടാ. അനു, ഞാൻ എന്ത്? എനിക്കൊന്ന് കുടിക്കണം. ചായ കുടിക്കണം. ഇപ്പൊ തരാം. ഹലോ, പ്രതിമയോ? എന്റെ ഈശ്വര, അച്ഛന്റെ പ്രതിമ കൊണ്ടുവരുന്നു.
ഇനി അതും കാണേണ്ടി വരൂ. കുറുപ്പേട്ടൻ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അങ്ങനെ നിന്റെ അച്ഛനും പ്രതിമയായി. കാശ് കൊടുത്ത് മഹാനാവാന്ന് പറഞ്ഞ കട്ടപോറ് പരിപാടിയാണ്. അച്ഛന്റെ കാശ് കൊണ്ടല്ലേ, ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എന്നാലും ജീവിതകാലം മുഴുവൻ ഈ മുഖം കാണണ്ടേ? ജീവിതകാലം മുഴുവൻ ഈ മുഖം ഞാനും കാണണ്ടേ? നിന്റെ അച്ഛന്റെ സ്റ്റാച്യു ഞാൻ വിട്ട്. ഒന്ന് മറിക്കും ഇതെന്താ പ്രതിമ പോലെ? അഭിവാദ്യങ്ങൾ. എന്തുട്ട് ഇവന്മാരെന്തൊക്കെയാണ്? ടീച്ചറെ, കൃഷ്ണേട്ടനാ ഇതിന്റെ ശില്പി. നമസ്കാരം. കുറുപ്പേട്ടൻ പുള്ളിയെ സഹായിക്കാൻ വേണ്ടിയാ ഈ പ്രതിമയുടെ പണി ഏൽപ്പിച്ചു. കുറുപ്പേട്ടന്റെ വലിയ മനസ്സ്. ഇതിപ്പോ ഇവിടെ ആക്കേണ്ട കാര്യം അപ്പുറത്തെങ്ങനെ വെച്ചാ പോരെ? എടാ, കുടിച്ചു മരിച്ചവർക്കൊരു രക്തസാക്ഷിയായി, കുടിച്ചു മരിക്കാൻ പോകുന്നവർക്കൊരു പ്രകാശമായി കുറുപ്പേട്ടൻ ഇവിടെ വേണം. നിങ്ങളൊക്കെ കൂടി വീട് പിടിച്ച് അമ്പലം വെക്കുവോ? നീ എങ്ങനെ വേണേലും കണ്ടു. എന്നാ പിന്നെ ഒരു ഭണ്ഡാരം കൂടി ഒക്കെ പണിക്ക് പോകാതെ എനിക്കും ജീവിക്കാലോ. ഈ എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറുപ്പേട്ടൻ പൈസയൊക്കെ തന്നിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോ കുറച്ച് അധികം ചെലവായി. എത്രയാ? ഒരു 12,000 രൂപ. അത് ഞാൻ തന്നേക്കാം. വളരെ ഉപകാരം. കുറുപ്പ് സാറിന്റെ അക്കൗണ്ടിൽ 3,21,000 രൂപയാണ് ബാലൻസ് എമൗണ്ട് ഉള്ളത്. അത്രേ ഉള്ളൂ? യെസ്, വൈഫാണ് നോമിനി. എപ്പോ വന്നാലും ബാലൻസ് എമൗണ്ട് വിഡ്രോ ചെയ്യാം. ശരി സർ. ഓക്കെ, താങ്ക് യു. ശരി. ഞാൻ മരിച്ചത് നന്നായിടോ. തനിക്ക് എപ്പോഴെങ്കിലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ അനുമോൾ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. നീ ഉറങ്ങണല്ലേ? ഗിരീഷേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. അതിന് നീ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? ഇരുന്നല്ലേ പറ്റൂ. ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ? ഞാനങ്ങും പോകുന്നില്ല, താൻ വന്ന് കിടക്ക്. ഒടുക്കത്ത് നീ പോയി അളിയാ. കാശ് ചോദിക്കാൻ മുന്നേ ഒന്ന് നിന്നോലെയുണ്ട്. എന്ത് പറ്റി സാർ? എടോ, ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോ എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ? മനുഷ്യൻ പേടിച്ചോയില്ലേ? മോളെ, ഇനി എന്തൊക്കെയാ നിന്റെ അച്ഛൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? എനിക്കറിയില്ല. മാമനൊന്നും പറ്റിയില്ലേ? മാമന്റെ പുക കാണേണ്ടതായിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ട മിസ്, ഇതെന്നെ പൂട്ടിയന്റെ ചിരിയാണ്. വന്നേ, വാ. പേടിച്ച സ്ഥിതിക്ക് ഉറക്കത്തിൽ തട്ടിപ്പോ കൂട്ടാ ചിലപ്പോ മാമൻ. കളിയാ, എന്നോട് ഇത് വേണ്ടായിരുന്നു. അവര് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ കുറച്ച് ഗ്ലാമർ കൂടിയോ എന്നൊരു സംശയമുണ്ട്. സാധനം മേടിച്ചില്ലേ? ഞാൻ മേടിച്ചില്ല. ഞാൻ നിന്റെ അടുത്ത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞല്ലേ? കുപ്പി മേടിച്ചെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ കൊല്ലും. ഞാനില്ല. മനസ്താപപ്പെട്ടുള്ള മരണമാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ വീഴ്ച വന്നാൽ സുഹൃതക്ഷയം തന്നെ സംഭവിക്കാം. 16 കഴിഞ്ഞാലും 1 വർഷത്തേക്ക് വഴിപാടുകൾ ചെയ്യണം. അത് ഞാൻ കുറിച്ച് തരാം. അത് ചെയ്യാം. പിണ്ടകർത്താവ് ആരാണ്? ഗിരീഷ്, മകൻ നക്ഷത്രം. മകനല്ല, മരുമകനാണ്. ആയിക്കോട്ടെ. ഇപ്പൊ പിണ്ടകർത്താവാ? എങ്കിലും മകളുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഇപ്പൊ മകന്റെ സ്ഥാനത്താണ്. മദ്യം, മാംസം, സ്ത്രീബന്ധം എല്ലാത്തിൽ നിന്നും ഒഴിവാകണം. 16 വരെ ഇവിടെ തന്നെ ഉണ്ടാവണം. പോകാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ
അളിയൻ തന്നെ ചെയ്തിട്ടാ പോയത്. സെക്യൂരിറ്റി വരെ ഇറക്കിയിട്ടുണ്ട്, അതും എന്റെ അണ്ടറിൽ. അനങ്ങാൻ പറ്റില്ല, ഫുൾ ലോക്കാ. ഒരു കാര്യം ദേവശോ, വാ. എന്താ ഗിരീഷ് പറ. ഒരു കമ്പനിക്ക് വാ. ഒരു കമ്പനിക്ക് ഞാനില്ല. എന്താ നിന്റെ ഉദ്ദേശം? വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയല്ലേ? ഇതൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങിയല്ലേ? എന്ത് മൂത്രമൊഴിക്കല്? വാ, ഒരു കമ്പനി. വാ, ഒരു കമ്പനിക്ക് ഞാനില്ല. പോയി ഒഴിച്ചിട്ട് വന്നാ മതി. പാടോ വാടോന്ന് മാമിനെയാ? വാ, ഒരു കാര്യം വേണ്ടേ? ഇവിടെ വെച്ച് പറഞ്ഞാ മതി. പാടോ എന്നെ പൊട്ടനാക്കുള്ള പരിപാടിയല്ല. അതിനിവിടെ 5 എണ്ണം അല്ല 50 എണ്ണം വന്നാലും ഞാൻ ഇവിടുന്ന് പോകും. കാണണോ? വേണ്ട. ആ, അപ്പൊ ഈ എല്ലാത്തിനും പൂട്ടിക്കെട്ടി ഇപ്പൊ തന്നെ പടിയായിക്കോ. ഇതിപ്പോ എന്റെ ജോലിയാണ്, എനിക്കത് ചെയ്തേ പറ്റൂ. നടക്കൂല. നടക്കും. ഒരെണ്ണമൊക്കെ തന്നാണ്ടല്ലോ. ഗിരീഷേട്ടാ, അനു നീ കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഈ കോമ്പൗണ്ടിൽ ഇനി ഒരുത്തനും ഉണ്ടാവാൻ പാടില്ല. ഇത് മാത്രം ഞാൻ എന്ത് തെറ്റാണോ ഇത്? ഇത്രയും വയലന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. അല്ലേലും ഗിരീഷേട്ടൻ എന്തിനാ ഇവരൊക്കെ പേടിക്കുന്നേ? അതെ, ഇപ്പൊ തന്നെ എല്ലാവരും ഇവിടുന്ന് പറഞ്ഞു വിടണം. 16 വരെ അവരിവിടെ തന്നെ കാണും. ഉറപ്പാണോ? ഉറപ്പാണ്. അതെ, ഇവൻ വല്ല കുഴപ്പമുണ്ടാക്കൂ. അത് നമ്മൾ ഫേസ് ചെയ്യും. അപ്പോ ഞാനും ഫേസ് ചെയ്യണം അല്ലേ? ഞാൻ സർ ഇവരുടെ ലീഡറാ. ഗിരീഷ് അറിയാം. നിങ്ങൾ എന്നെ പുറത്തേക്ക് വിടില്ല അല്ലേ? അതാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി. പോയാലോ? ഞങ്ങളും പുറകെ വരും. കാണാം കാണാം. എന്തായി? കാര്യങ്ങളൊക്കെ കൈവിട്ടിരിക്കുക. എന്റെ ഉള്ള പണിയും പോയി, നമ്മുടെ എരിവും പുളിയും. അതെ, ഹോട്ടലിന്റെ കാര്യം. ആ, വലിയ ഡെക്കറേഷനൊന്നുമില്ല. ഞാൻ കാര്യം പറയാം. നമ്മൾ ഹോട്ടലിന് അഡ്വാൻസ് കൊടുക്കുന്നു, നടത്തുന്നു. അത് മതി. പക്ഷെ അതിനു നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താ? നീ എനിക്കൊരു 2 പെക്ക് മേടിച്ചു. മദ്യോ? ആ, ഇണ്ടാ. ദേ ഗിരി, അങ്ങനെ നിന്നെ കള്ളുപിടിപ്പിച്ചോണ്ട് എനിക്ക് നിന്നെ കടയും വേണ്ട, കച്ചവടവും വേണ്ട. ഞാൻ എവിടെയെങ്കിലും പോയി പൊറോട്ട അടിച്ചാണെങ്കിൽ ജീവിച്ചോളാം. എന്റെ കടപ്പാട് നിന്നോടല്ല, മരിച്ചുപോയി കുറിപ്പേട്ടോട് മാത്രം. പോടാ. എടാ, അതെ, ഞാൻ ഇവിടെ തന്നെ കാണും. കുറിപ്പേട്ടന്റെ 16 കഴിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. അതുവരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുടിപ്പിക്കാതിരിക്കാൻ ഞാൻ നോക്കും. നീ ചെല്ല്. എന്തേ? എന്താ? അല്ല, എന്താ പ്രശ്നം? നിങ്ങളാരാ റഫറിയാ? അല്ല, സിറൽ. ലേറില്ല. ആ ടീച്ചറെ, ഞാനിനി ഈ മുറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. 10-15 ദിവസം അകത്ത് തന്നെ കഴിയേണ്ടതല്ലേ? അപ്പൊ കാറ്റും വെളിച്ചോക്കോളം മുറിയാകുമ്പോൾ സൗകര്യമാണേ. അതിനെന്താ മോനെ, നീ മുറിയെടുത്തോ. അപ്പൊ ടീച്ചർ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോ. അത് കുഴപ്പമില്ല, ഞാൻ മാറ്റിത്തരാം. ആ ടീച്ചറെ, ഞാനിനി ഈ മുറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. 10-15 ദിവസം അകത്ത് തന്നെ കഴിയേണ്ടതല്ലേ? അപ്പൊ കാറ്റും വെളിച്ചോക്കോളം മുറിയാകുമ്പോൾ സൗകര്യമാണേ. അതിനെന്താ മോനെ, നീ മുറിയെടുത്തോ. അപ്പൊ ടീച്ചർ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോ. അത് കുഴപ്പമില്ല, ഞാൻ മാറ്റിത്തരാം. ഗിരീഷ് പീപ്പി, ഗിരീഷേ, ഗിരീഷ് പീപ്പി, ഏയ് വാതിൽ തുറക്ക്. മോളെ, വേഗം വാ. ഗിരീഷേ, ഗിരി, എന്താണ് എന്നെ പുറത്തിറക്കിയിട്ട് വാതിൽ തുറക്കുന്നില്ല? ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, കതക് തുറക്ക്. ഗിരീഷേട്ടാ, 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 ഗിരീഷേ, കതക് തുറക്ക്. ഗിരീഷേട്ടാ, ഗിരീഷേ, കളിക്കല്ലേ? ഗിരീഷേട്ടാ, എന്താ പ്രശ്നം? ഗിരീഷേട്ടാ കതക് തുറക്കുന്നില്ല. ഗിരീഷ്, കഥ ഉറക്കെ, ഇല്ലേ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. ഗിരി, നീ മര്യാദയ്ക്ക് തുറന്നോ, ഇല്ല ചവിട്ടി പൊളിക്കുവേ. എല്ലാ കാക്കോസിലും പോയതായിരിക്കും.
അവിടെ ബാത്റൂം ഒന്നുമില്ല. അതെന്താ ഇല്ലാത്ത? ഗിരീഷേട്ടാ, മറിയുന്നു ഗിരീഷേട്ടാ തുറക്ക്. നീക്കി മാമൻ പറഞ്ഞ അനുസരിക്കില്ലല്ലടാ. എന്തേ? അല്ലേ വേണ്ട, ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കാം, അതാ നല്ലത്. മോളെ വിഷമിക്കണ്ട. ഒരാളെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവനും അയാളെ സഹിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതൊന്നുമില്ല. എപ്പോ വേണ്ടാന്ന് തോന്നുന്നോ അപ്പൊ വേണ്ടാന്ന് വെച്ചേക്കണം, അത്രേ ഉള്ളൂ. അമ്മ വരെ പിരിക്കാൻ വന്നതാ? നീ കൂടുതൽ സംസാരിക്കണ്ട. നിന്റെ ചേട്ടന്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്. മിണ്ടരുത്. മോള് വിഷമിക്കണ്ട. മോളുടെ കൂടെ അമ്മയില്ലേ? അമ്മയോട് നിക്കാൻ പോവാ? എന്തോ? ഒന്നുമില്ല മോളെ, സെക്യൂരിറ്റിക്കാർക്ക് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? അത് നമുക്ക് എന്തേലും ചെയ്യാം. ഗോപി, വിളിച്ചിട്ടൊരു കാര്യമില്ല, ഞാൻ ബാപ്പര. എടാ അതൊന്നും അല്ല, ഇങ്ങോട്ട് വന്നേ. എന്റെ സുനന്ദേച്ചി ആ ഗിരീഷിനെ വിശ്വസിച്ച് ഷാപ്പിലുണ്ടായിരുന്ന പണിയും കളഞ്ഞിപ്പോ തേഞ്ഞിരിക്കുക. നിനക്കൊരു പണി തരാൻ വേണ്ടിട്ടാ. ഇനിയും പണി തരാനോ? ഷോ, അതല്ല, പിന്നെ? ജോലി തരാൻ. എന്ത് ജോലി? അല്ല, ഇവിടെ സഹായത്തിനൊന്നും ആരും ഇല്ലല്ലോ, ഇവന്മാർക്കൊക്കെ വെച്ചോളമ്പി കൊടുക്കണ്ടേ? ഗിരിയോടുള്ള പ്രതികാരവും ജീവിക്കാനുള്ള കാശും കിട്ടും. പണി പണം. ശരി, ഓക്കെ. അപ്പോ ഇവര് കാശ് കൊടുക്കുമ്പോ ഒരു 10,000 കുറച്ചു കൊടുത്താൽ മതി. ഗിരീഷിന് കൊടുക്കാനുള്ള കാശേ. കാര്യം ഞാൻ കാശ് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനാ. ഇന്ന് വരെ ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ലായിരിക്കും. പക്ഷെ എന്റെ കുറുപ്പേട്ടന് വേണ്ടി ഈ ജോലി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യും. എന്നാ പിന്നെ ഒരു ചാക്ക് മുളക് വാങ്ങിപ്പിച്ചു. എന്തിന്? കറിക്ക് പിന്നെ മുളക് വേണ്ടേ? വേഗാവട്ടെ, അവനെ ചോര തുറക്കും ഞാൻ. 18 ലക്ഷം രൂപ എൻ്റെ മുന്നിൽ ചില കുറിപ്പേട്ടൻ മേശക്കകത്ത് വെച്ചത് എനിക്ക് ഉറപ്പാ. മോള് കടയിലൊക്കെ നോക്കിയായിരുന്നോ? ഞാൻ അവിടെയൊക്കെ നോക്കി, ഇല്ല. ആർക്കെങ്കിലും കൊടുത്തെന്നുള്ള കേസ് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ കുറിപ്പിട്ട അത്ര കാശ് എങ്ങനെ ചെലവാക്കാനാണ്? ഞാൻ അന്വേഷിക്കാം മോളെ. എങ്കിൽ ഞാൻ പോട്ടെ. ചായ കുടിക്കണല്ലേ? ഇപ്പൊ വേണ്ട. ശരി എന്നാ. റഫിക്കേ, മാസാമാസം കൃത്യമായി ശമ്പളം കിട്ടുന്ന ജോലിയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ വേറെ ജോലിക്ക് വെക്കും. മുളകിട്ട വെണ്ടയ്ക്ക ഇതെന്താ സാധനം? കഴിച്ചു നോക്ക്. പിന്നെ മുളകിട്ട ചേന, അതുപോലെ വെറൈറ്റികൾ പലതും ഉണ്ട്. അങ്ങനെ എൻ്റെ ഭക്ഷണത്തിലൂടെ നിങ്ങൾ എന്നെ തിരിച്ചറിയും. അല്ല, ചേട്ടൻ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കത്തുള്ളൂ? മൂപ്പര് ഞങ്ങളുടെ കൂട്ടത്തില് സായിപ്പ. ആഹാ, മിനറൽ വാട്ടറേ കുടിക്കൂ. ടിഷ്യൂ പേപ്പർ എപ്പോഴും. അത് കൊള്ളാം. ഓ, ഫുഡ് നന്നായിരിക്കുന്നു, നല്ല ടേസ്റ്റ്. സന്തോഷം. ഞാൻ പുതിയൊരു ലേഡീസ് വിങ് സെക്യൂരിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലിസമ്മയായിരിക്കും അതിന്റെ ചീഫ്. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താ മോളെ? ഈ സെക്യൂരിറ്റിക്കാർക്കൊക്കെ എത്ര ബില്ല് വരും? മോള് ചോദിച്ചു നന്നായി. അളിയൻ തന്ന 1 ലക്ഷത്തില് ഇത് നിൽക്കില്ല. ഞാൻ കണക്കൂട്ടി നോക്കിയായിരുന്നു. എങ്ങനെയായാലും സെറ്റിൽ ചെയ്യുമ്പോ ഒരു 1.20 വരും. അപ്പൊ ബാക്കി കാശോ? എനിക്കൊരു കാര്യം നിർബന്ധമാണ്, ഈ കാശും നമ്മുടെ റിലേഷൻ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഞാൻ പോകാൻ നേരത്ത് ആ ബില്ലങ്ങ് തരും. മോള് എന്താന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്തേക്ക്. ഓക്കെ. മാമനോട് വേറൊന്നും തോന്നരുത് കേട്ടോ. എന്തു തോന്നാൻ? അതെനിക്കും അങ്ങനെ തന്നെയാ. മാമൻ വേറെ, കാശ് വേറെ. അങ്ങനെ തന്നെ വേണം. അപ്പൊ അച്ഛൻ തന്ന 3 ലക്ഷത്തിന് ചെലവായതെടുത്തിട്ട് ബാക്കി കാശ് തന്നാ മതി. ഏത് 3 ലക്ഷം? ആരുടെ കാശ്? ഏതച്ഛൻ? എവിടുത്തെ അച്ഛൻ? മോളത് എന്തൊക്കെയാ പറയുന്നത്? ഇതെവിടുന്ന് കിട്ടി? കിട്ടിയത് എനിക്കാ. ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന. പക്ഷെ എനിക്ക് കിട്ടിയ വാഷിംഗ് മെഷീൻ്റെ അടുത്തു നിന്ന് അതപ്പം അതിൻ്റെ അടുത്ത് അനുവിനും കൊടുത്തു. അതെ, പോകും മുമ്പ് ആ കാശ് അമ്മ ഏൽപ്പിച്ചേക്കണേ. എന്നോടൊന്നും തോന്നല്ലേ മാമ. എടാ മുളകിട്ട പരനാറി, നീ ആ കത്ത് എന്നെ ഏൽപ്പിച്ചിരുന്ന ഞാൻ എന്തെങ്കിലും തരില്ലായിരുന്നു. പിന്നെ തിന്നിട്ട് തന്നില്ല, അപ്പോഴാ കത്ത് തന്നു. ചുമ്മാതല്ലടാ നിന്റെ ഹോട്ടലിൽ പൂട്ടിപ്പോയത്. നീ മുടിഞ്ഞു പോവും. ഇതെന്റെ ശാപമാടാ നിനക്ക്. മനുഷ്യ, ഈ തടിയുടെ മുക്കാ ഭാഗം എൻ്റെ കാശിനായിരിക്കും. ഇത്ര വേവോ? ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ എനിക്ക്, ഗിരീഷേട്ടാ, മാമ. ഏയ്, ഇത് കാശിനൊന്നുമല്ല. ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ. എന്താ എന്ത് പറ്റി? വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഗിരീഷ്, ഗിരീഷേ, ഗിരീഷ്, എന്ത് പറ്റി മോളെ? ഗിരീഷേ, ഞാൻ വരുമ്പോ ഇങ്ങനെ കിടക്കുമായിരുന്നു. അയ്യോ,
ഗിരീഷ് ബേബി ഗിരീഷേ വെട്ടിയിട്ട വാഴത്തട കിടക്കുന്ന കണ്ടില്ലേ? ഇവ അടിച്ച പൂക്കുറ്റിയാ മോളെ. അയ്യോ വ്രതമൊക്കെ പൊളിഞ്ഞല്ലോ അളിയാ. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. ഇവൻ അടിച്ചിട്ടുണ്ട്. അതിന് ഗിരീഷേട്ടൻ എങ്ങും പോയില്ലല്ലോ, പിന്നെ എങ്ങനെ മദ്യം കിട്ടാനാ? അതിന് മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇവിടെ ആളുണ്ടല്ലോ. അതാരാ? നീ തന്നെ. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഈ സാധനത്തിനെ കുടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് താമസം മാറ്റിയവനെ ഞാൻ. ഈ സാധനത്തിനെ കുടിപ്പിക്കാൻ വേണ്ടിയാ നീ ഇങ്ങോട്ട് താമസം മാറിയത്. എന്തിനാ ഗോപി നീ ഇത്? എന്റെ ടീച്ചറെ, എന്നെ 2 ഭാര്യമാർ, എന്നെ 2 മക്കളാണ് സത്യം. ഞാൻ അങ്ങനെ ചെയ്യില്ല, ചെയ്യത്തില്ല, ചെയ്യൂടൂ സാറേ. അടിച്ച കുപ്പിയെ ഇതിനകത്ത് എവിടെയും തന്നെ കാണും. ചെറിലേ സെർച്ച്. എന്നാ സെർച്ച് ചെയ്യും. ലിറില് സെർച്ച് ചെയ്യട്ടെ. ലിറിലല്ലടാ, സെറിൽ. 2 പോലീസിനെ കൂടെ വിളി, ഒരുമിച്ച് കൊടുത്ത് കണ്ടുപിടിക്കാലോ. ടീച്ചറെ, സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കുപ്പി ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. ഇതെന്റെ ചുമയുടെ മരുന്ന്. 2 കുപ്പി ഉണ്ടായിരുന്നു. അതുണ്ട്. ഇത് ഹൈലി സഡേറ്റീവ് ആണ്. ഒരു ബോട്ടിൽ കഴിച്ചാൽ ബോധം കെട്ട് ഉറങ്ങിപ്പോകും. ഇതൊക്കെ അടിച്ച ഇങ്ങനെയും ഫ്ലാറ്റ് ആവൂ? ഞാൻ തീർത്തൊരു അടിയൊന്നുണ്ടല്ലോ, താനിപ്പോ ഫ്ലാറ്റ് ആവും. ടീച്ചറെ, ഒരു കാര്യമില്ലാതെ ഇയാൾ എന്റെ നെഞ്ചത്ത് കയറിയത് എന്തിനാണെന്നറിയോ? മിണ്ടരുത്, മിണ്ടരുത്. നീ പിടിച്ചോണ്ട് കുളിപ്പിക്കാൻ നോക്ക്. കേറി വല്ലേ. തനിക്ക് ഞാൻ തരാം. നിനക്ക് ഞാനും. ബഷീറെ, കുളിപ്പിച്ച് നോക്കാം. ബോധം വരുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അല്ല, കിണറ്റി കൊണ്ടിടും. ടെൻഷൻ അടിക്കണ്ട. ദേഹത്ത് വെള്ളം വീഴുമ്പോ ആളുണരും. ഇതൊക്കെയുള്ള വിട്രോവൽ സിംറ്റംസിന്റെ ഭാഗ. ഈ സമയത്താണ് നമ്മുടെ ഫുൾ കെയർ, സ്നേഹം ഒക്കെ ആർക്ക് വേണ്ടത്. ആളൊക്കെ ആയിക്കോളും. പിന്നെ ഇവിടെയുള്ള ലിക്വിഡ് ഐറ്റംസ് എല്ലായിടത്തും മാറ്റണം. അതുപോലെ മുറിവുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറ്റിയേക്കണം. എന്തെങ്കിലും അടിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ നാറികളെ. നിന്നെയാന്ന് തോന്നുന്നു. തന്നെയാടും. സമ്മതിക്കില്ല മോനെ ഗിരി. നീ എങ്ങനെ ഉറങ്ങണ്ട. ഓ വെള്ളം പോയി എടുക്കണോ. ഇനി ശരിയാവും, ശരിയാവും. കിട്ടൂടാ നിനക്കൊക്കെ. അല്ലേ ഇന്നിവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കോട്ടല്ലേ. ചേരപ്പാമ്പ് കൊത്തി ചാവും നീയൊക്കെ. ഇന്നെന്റെ പിറന്നാള്. അനു, നീ എന്റെ പേഴ്സ് കണ്ടോ? എനിക്കറിയില്ല. നീ എടുക്കാതെ എവിടെ പോവാൻ? അല്ല, ഇപ്പൊ എന്തിനാ പേഴ്സ്? എനിക്ക് പല ആവശ്യങ്ങളുണ്ടാവും. അത് നിന്റെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ഞാൻ അറിയാതെ ഒരു കാര്യവും നടക്കില്ല. കളിക്കാതെ എന്റെ പേഴ്സ് എവിടെയാന്ന് പറ. ഞാൻ കണ്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അലമാരിൽ വെച്ചതാ. ഓ, അപ്പൊ ഓർമ്മക്കുറവൊന്നുമില്ല അല്ലേ? ഇല്ല. മോളെ, ഹാപ്പി ബർത്ത്ഡേ. ആഘോഷമൊന്നും ഇല്ലെന്നറിയാം, എങ്കിലും ഒരാഴ്ച മുമ്പ് കുറുപ്പേട്ടൻ ബുക്ക് ചെയ്തതാ. കുറുപ്പേട്ടൻ ഒന്നും മറന്നില്ല. ഇത് ടീച്ചറിനുള്ളതാണ്. ഇനി കത്തുകൾ വല്ലതുണ്ടോ? ഉണ്ട്. കുറുപ്പേട്ടൻ പറഞ്ഞ പോലെ തരാൻ പറ്റുള്ളൂ ടീച്ചറെ. മതി. വ്യാഴാഴ്ച സഞ്ചയനം. അന്ന് 2 ആളും ഉണ്ടാവണം. ശരി. വിളി കഴിഞ്ഞോ? ഇല്ല, ഗോപിയാണ് വിളിക്കുന്നത്. രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ശരി ടീച്ചറെ. മോളെ, എല്ലാവർക്കും മുറിച്ചു കൊടുക്ക്. അനു, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ മറന്നുപോയിടോ. പക്ഷെ എന്റെ അച്ഛൻ മറന്നില്ല. ഇവളെപ്പോഴാണ് മുളകിട്ട്? ചേട്ടൻ പോയി അന്ന് തന്നെ ഇട്ട്. ഓഹോ. ആ ഗോപിയേട്ടാ, എടി ലീലെ, ഇതൊക്കെ എങ്ങനെയാടി? ഗോപിയേട്ടനെ മനസ്സിൽ ധ്യാനിച്ച് വാരി വിതറി. എന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടായി. എന്നാ ഓക്കെ. ഇതിലെന്നാടി? ആരാടി ഇവൻ? ഏതാടി ഇവൻ? ഇതെന്റെ ഗുരു ഗോപിയേട്ടൻ, ഇതെന്റെ വിനോദേട്ടൻ. ഇവനല്ലേ നിന്നെ നിന്റെ രാത്രി ഫോൺ ചെയ്യണവൻ അല്ലേടി? നിങ്ങൾ പോയ സവാള അരിഞ്ഞു വെച്ചേ. പട്ടണ പണി എന്തെങ്കിലും ചെയ്യും. നീ എന്ന് വന്നേ.
ഞാൻ എപ്പോഴാടി രാത്രി നിന്നെ ഫോൺ ചെയ്തേ? നിങ്ങൾ വിളിക്കാത്തോണ്ട് വേറെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇത് വെറും ഷോ. എന്റെ നമ്പർ ഇല്ലേ കയ്യില്? സഞ്ജയനത്തിന് പറഞ്ഞു. അതിനെ വിളിച്ചോ? ചെല്ലിയല്ലേ? വിനോദേട്ടാ മീൻ കഴിക്കോ? പോയി മറ്റവനോട് പറയടി. കുറിപ്പേട്ട, വ്യാഴാഴ്ച സഞ്ജയനം. ഗിരി ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എങ്ങോട്ട് വേണമെങ്കിലും മറിയും. ആരും അറിയാതെ ആ കാശ് ആർക്കാ കൊണ്ടു കൊടുത്തത്? ടീച്ചറെ, ആ തുണിക്കട ഇനി എന്തായാലും തുടങ്ങാൻ സാധ്യതയില്ല. ആ കടമുറി രണ്ടും എനിക്ക് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ശരിയാണ്, കടയൊക്കെ ഇനി ആര് നോക്കിയെടുത്താനോ? നമുക്കതങ്ങ് കൊടുത്തേക്കാ. അധികം കാശുണ്ടായിട്ടൊന്നുമല്ല. KSF-ൽ ഒരു ചിട്ടിയുണ്ട്. പിന്നെ ചേട്ടനും കുറച്ച് സഹായിക്കാന്ന് പറഞ്ഞു. അത് ഇവളുടെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇവളുടെ പേരിലൊരു കട. എന്ത് കട? കൊടുത്ത് കാശാക്കാൻ നോക്ക്. ഹരിയേട്ടാ, തൽക്കാലം അത് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ശരി, ഇനി എന്തെങ്കിലും കൊടുക്കാൻ? കൊടുക്കില്ല. അവക്ക് എന്തൊരു അഹങ്കാരടാ. എന്താ അവിടെ ഒരു ഹുങ്ക്? ഞാൻ ചെയ്യാനാ, എനിക്ക് സമ്മതാ. ആ, നീ സമ്മതിച്ചിട്ട് എന്ത് കാര്യം? നിനക്ക് ഇവിടെ എന്താ വില? അച്ചി വീട്ടിൽ പൊറുക്കൽ. എടാ, അവര് നിന്നെ തടഞ്ഞു വെച്ചിരിക്കുക. കണ്ടില്ലേ സെക്യൂരിറ്റിക്കാർ കറങ്ങി നടക്കണം? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ നിന്നെപ്പറ്റി എനിക്ക് ചിന്തയുണ്ട്. എടാ, ഒരാളെ തടഞ്ഞു വെക്കാൻ ആർക്കും അവകാശമില്ല. പോലീസിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അവര് വന്ന് വേണ്ട ചെയ്തോളൂ. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും കർമ്മം കഴിയുന്നവരെ പിടിച്ചേക്കാൻ ഞാൻ എങ്ങനെയും ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുമോന്നറിയില്ല. രാത്രി കഴിഞ്ഞ് ഉറക്കൂല്ലെന്നേ, ഒരുതരം മന്ദതയാ. നിനക്കൊരു പെഗ് അടിക്കണോ? അതടിച്ചാൽ എല്ലാം ഓക്കെ ആവും. കിട്ടോ? രാത്രി ഞാൻ വീടിന്റെ പുറകിലെത്തിക്കാം. മിസ് കോള് തരാം. നീ ഒരു ഫുള്ള് മേടിച്ചോളൂ, പൈസ ഞാൻ തരാം. എടാ, അതെ, കുറുപ്പേട്ടന്റെ കത്തൊക്കെ ഇപ്പോഴും വരാറുണ്ടോ? ഇനി എന്തൊക്കെ വരാണ്ടെന്നാണ് ജോയി പറഞ്ഞത്. അതൊക്കെ ഇനി എന്ത് എണിയാണോ? നീ പോയിട്ട് വാ. പോക്കറ്റിലുണ്ട്. ഒരു പാക്കറ്റിന് 150 രൂപയുടെ ഷർട്ടൊക്കെ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും? വീട്ടിലെ വന്നില്ലേ? ഓ, ഭാഗ്യവാൻ. ഗോപി, നീ വന്ന് വാടാ. ഇതെങ്ങനെ തൊട്ടിച്ച്? എന്താ കാര്യം? അതെ, എനിക്ക് ഈ കാശിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു മനസ്സമാനമില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി ഞാനും നീ തമ്മിൽ ഒരു വഴക്കം വെക്കാനൊന്നും വേണ്ട. അല്ലെന്നേ, നീ പോകാൻ നേരത്ത് ഞാൻ കുറച്ച് കാശും തരും. സന്തോഷം. ഒരു സഹായം ചെയ്യണം. എനിക്കാണെങ്കിൽ വ്രതവും ബലിയൊന്നുമില്ല. തലയ്ക്കാണെങ്കിൽ ആകെ പട്ട് പിടിച്ചിരിക്കുക. ഒരെണ്ണ അടിക്കണം. നീ എനിക്ക് ഒരു കുപ്പി സംഘടിപ്പിച്ചു തരണം. സത്യം പറഞ്ഞ 2 എണ്ണം അടിക്കാനുള്ള മൂടില്ല ഞാൻ. ഇപ്പൊ വേണ്ട, സന്ധ്യ കഴിഞ്ഞിട്ട് മതി. ആരെങ്കിലും കാണൂ? ഏയ്, ഇവിടെ ആരറിയാൻ? ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയില്ല. അപ്പൊ വൈകിട്ട് കാണാം. ആ, പഴയ കത്തികളൊക്കെ ഉള്ളേ. ആരോ വന്നിട്ടുണ്ട് ടീച്ചർ. ആരാ? ആരോ. ഞാനീ ആര് വന്നു നീ പറഞ്ഞേ? ആരും പറഞ്ഞില്ല. ടീച്ചർ നാമം ചൊല്ലി മുറിക്കകത്തൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാ. നീ അവിടെ ഇരിക്കെ. എന്താ ടീച്ചറെ? നീയും ഫുൾ ടൈം മുറിക്കകത്ത് ഇരിപ്പ് തന്നെയാണല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ടീച്ചറെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? കുറുപ്പേട്ടൻ മരിച്ചതിൽ ടീച്ചർക്ക് വിഷമമില്ലേ? മൂപ്പരനെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 19 വയസ്സാ. 38 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. എന്നെ കെട്ടുമ്പോ കുറുപ്പേട്ടന് പത്തനംതിട്ടയിലെ ജോലി, പിന്നെ കോട്ടയം, തൊടുപുഴ. അപ്പൊ കെട്ടിന്നുള്ളൂ, ജീവിതം കെട്ടപ്പോകയായിരുന്നല്ലേ? അല്ലടാ, ജോലിയല്ലേ, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എവിടെയായിരുന്നാലും മൂപ്പരെന്നും എനിക്കൊരു കത്തെഴുതുമായിരുന്നു. അത് കുറച്ചൊന്നുമില്ല, 5ഉം 6ഉം പേജുകളുണ്ടാവും. എന്റെ സന്തോഷത്തിന് അത് തന്നെ ധാരാളമായിരുന്നു. അന്ന് കത്ത് കാത്തിരുന്ന അതേ ഇഷ്ടത്തോടെയാ കുടിച്ചു ബോധമില്ലാതെ പാതിരാത്രി കയറി വരുമ്പോഴും ഞാനിരുന്നത്. ഒന്നും പറയാതെ
ഒറ്റ പോക്കായിരുന്നല്ലോടാ. ടീച്ചർ ഗിരി, എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് നിനക്കറിയോ? കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ അനുഭവിച്ച സന്തോഷവും സ്നേഹവും എന്റെ മോൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. എനിക്കറിയാം ടീച്ചറെ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സ് മുഴുവൻ ടീച്ചേഴ്സ്. ടീച്ചറെ വരൂ ടീച്ചറെ. ഹലോ, സാറേ വേഗം പറ, ഏതാ വേണ്ടേ? നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിക്കടാ. എന്നാ റം മതിയോ? നമ്മതി 7 മണി കഴിഞ്ഞിട്ട് പൊട്ടിക്കാം. ഞാനേ അത് പശുത്തൊഴുത്തിന്റെ അവിടെ കാണാം. സൂക്ഷിക്കണം കേട്ടാ. ഓക്കെ സാറേ. മാമാ, പശു മാമാന്ന് വിളിച്ചു തുടങ്ങിയ മാമാ. നീയാ? നീ കറ തുടങ്ങിയ, അതും ഗ്ലാസ്സില്. ഫോണിൽ പറഞ്ഞ ഞാൻ കേട്ട്. ഒരു 90 ഇപ്പൊ തിരിച്ച. ഓ, അങ്ങനെയോ? പിടിച്ചിരിക്കാൻ പറ്റാതായല്ലേ? പറ്റാണ്ടായി. നാശം പിടിച്ചവൻ മനുഷ്യനെ 2 അടിക്കാനും സമ്മതിക്കില്ല. മാമാ, മാമാ, മിണ്ടാടി പശു. ആ, വിടല്ലേ? വിടരുന്നവനെ, പിടിക്കവനെ. അനുമോളെ, ഓടി വാ, ഓടി വാ. സാറേ ഒരു തെണ്ടിത്തരം കാണിക്കരുത്. രണ്ടിത്തരം തന്നെ കാണിക്കല്ലേ? ഞാൻ പിടിച്ചിട്ടുണ്ട് സാറേ. അനുമോളെ, ഇവൻ ഗിരീഷ് കുപ്പി വാങ്ങിച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. തപ്പിയോ, അവന്റെ അരയിൽ കുപ്പിയുണ്ട്. മാത്രമല്ല, കുടിക്കാൻ വേണ്ടി ഒരുത്തൻ തൊഴുത്തിൽ കാത്തൂരിപ്പുണ്ട്. എവിടെ അവൻ? ഇവൻ തന്നെ. ബഷീറേ, തപ്പിയോ, കുപ്പി എടുക്ക്. കുപ്പി കുപ്പി കണ്ടോ? ജ്യൂസിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. ജ്യൂസിൽ ടെസ്റ്റ് ചെയ്യും മോളെ. ടെസ്റ്റ് ചെയ്യ്. എടാ ഭയങ്കര കൊള്ളാം. ഇത് ജ്യൂസാ. കണ്ടോ ജ്യൂസാ? എടോ താൻ എന്നെ തേക്കും എനിക്ക് ഉറപ്പായിരുന്നു. അനുമോളെ, ഇയാൾ എന്നെ വിളിച്ചിട്ട് റം മതിയുടെ എന്ന് പറയുന്നത് ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മോക്കെ അയച്ചുതരാം, തെളിവാണല്ലോ. എന്നെ പൊന്നു ഗീതച്ചി, ഈ പിശാചിനോടൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? ഇയാളെ കൊണ്ട് ഈ കുടുംബം മുടിഞ്ഞു. ഇനി കൂടുതൽ അക്ഷരം ഉണ്ടല്ലോ. പറയട്ടെ, മാമൻ ഇത്രയും ചീപ്പാവരുതായിരുന്നു. മാമൻ കാണുന്ന അത്രയും ചീപ്പല്ല മോളെ. മിണ്ടി പോരുത് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. നിങ്ങൾക്കൊന്ന് കയറി പൊയ്ക്കൂടെ അകത്തേക്ക്? പിന്നെ ഇവളൊക്കെ പറയുമ്പോ കയറി പോവല്ലേ ഞാനിവിടെ ഇരിക്കുന്നു. എന്റെ വാട്ടി പോവും. ആ ജ്യൂസിന്റെ ബാക്കി 950 രൂപ പണ്ട് തട്ടിയ പുട്ടിന്റെ വകയിലോട്ട് ഞാനങ്ങ് വരവ് വെച്ചേക്കാം. നീ പോടാ അവിടുന്ന്. അച്ചാറൊന്നുമില്ല. അച്ചാറൊന്നുമില്ല. പൊട്ടിക്കല്ലേ, പൊട്ടിക്കല്ലേ, പൊട്ടിക്കല്ലേ. എടാ നീ വന്നേ. മാറി ടീച്ചറെ, ഞാൻ പോവാണ്. എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ പറ്റില്ല. വിടരുതവനെ. എന്നെ തടുക്കാൻ മാത്രമായോടാ നീയൊക്കെ? നീയൊക്കെ ആയ എല്ലാരും മാറ്, മാറ്. അതെ, ഒന്നുകിൽ ഈ 16 എല്ലാം ശരിയാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു 16 കൂടെ നടക്കും. ഭീഷണിയാണ്. നിങ്ങളുടെ അല്ല, എന്റെ.